ശബരിമല സ്വർണ്ണമോഷണ കേസിൽ എൻ വാസു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരായി. കൊച്ചി ഇ.ഡി. ഓഫീസിലാണ് ഹാജരായത്. അർച്ചന ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അർച്ചന, ശബരിമല സ്വർണ്ണമോഷണ കേസിൽ എൻ വാസു എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഓഫീസിൽ ഹാജരായിരിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ ഇപ്പോൾ ഇ.ഡി. ചോദ്യം ചെയ്യുകയാണ്. വിശദമായ ചോദ്യം ചെയ്യലാണ് ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് നടക്കാൻ പോകുന്നത്. നേരത്തെ തന്ത്രിക്കും ഒപ്പം എൻ വാസുവിനും കൊച്ചിയിലെ ഇ.ഡി. ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹം കൊച്ചി ഓഫീസിൽ ഹാജരായിരിക്കുന്നത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഈ കട്ടിളപ്പാളി കേസിലെ 3ാം പ്രതിയാണ് എൻ വാസു. പ്രധാനമായും ഈ ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാളിയിലെ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന വിവരമാണ് SI ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇ.ഡി. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല പല രേഖകളിലും ഇദ്ദേഹം ഒപ്പുവെച്ചതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അതേസമയം കട്ടിളപ്പാളികൾ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകളില്ല എന്ന വാദമാണ് എൻ വാസു നേരത്തെ ഈ ജാമ്യാപേക്ഷയിലടക്കം ഉന്നയിച്ചിരുന്നത്. നേരത്തെ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇ.ഡി. എൻ വാസുവിനെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ നിരവധി ആളുകൾ മുരാരി ബാബു ഒപ്പം F. ജയശ്രീ, ശ്രീകുമാർ ഇവരൊക്കെ ഇ.ഡി. ചോദ്യം ചെയ്തിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് ഇ.ഡി. ഇതുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകളെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യത കൂടിയുണ്ട്. എന്തായാലും ഇ.ഡി. ഈ വിശദമായ അന്വേഷണമായി പോവുകയാണ്. മാത്രമല്ല എൻ വാസുവിന് ഈ ശബരിമല മോഷണ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. എന്തായാലും ഇന്ന് 10:30 കൂടിയാണ് അദ്ദേഹം ഇ.ഡി. ഓഫീസിൽ ഹാജരായത്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അർച്ചന, ഇതിൽ ഒരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. അതായത് ഈ കേസിൽ അന്വേഷണ നടപടികൾ പതിയെയാണ് എന്നൊരു വിമർശനങ്ങൾക്കിടെയാണ് ഇപ്പോൾ എൻ വാസുവും ശബരിമല തന്ത്രിയും ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഇ.ഡി. കഴിഞ്ഞ ആഴ്ച നോട്ടീസ് അയക്കുകയും ഇന്ന് ഇ.ഡിക്ക് മുന്നിൽ എൻ വാസു ഹാജരാവുകയും ചെയ്തത്. വിമർശനം നേരത്തെ ഉന്നയിക്കപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ചോദ്യം ചെയ്യലെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇ.ഡി. പ്രധാനമായും ഇത്തരം ആളുകളെ, അതായത് നിരവധി ആളുകളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. മുരാരി ബാബു, അപ്പോൾ ശ്രീകുമാർ എന്നിവരെയാണ് ഇ.ഡി. നിലവിൽ ചോദ്യം ചെയ്തത്. ഇനിയും ആളുകളിലേക്ക് ചോദ്യം ചെയ്ത് നീക്കുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കാരണം ഈ രണ്ടാം അതായത് സ്വർണ്ണപ്പാളികൾ കൈമാറിയ കേസിൽ 2ാം പ്രതിയും ശ്രീകോവിലിന്റെ കട്ടിളപ്പാളി കൈമാറിയതിൽ 6ാം പ്രതിയുമാണ് ഈ മുരാരി ബാബുവിനെ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് എൻ വാസുവിന്റെ അടക്കം പേരുകൾ മുരാരി ബാബു പറയുകയും ഒക്കെ ചെയ്തത്. എന്തായാലും എൻ വാസുവിന് ഇതിൽ സ്വർണ്ണമാണ് എന്ന് അറിയാമായിരുന്നു എന്നാണ് ചില ആളുകൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നത്. ഇത് മൊഴിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അയാളുടെ വീട്ടിലടക്കം വിശദമായ പരിശോധന അടക്കം നടത്തുകയും ചെയ്തത്. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇ.ഡി. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇ.ഡി. കൂടുതൽ ആളുകളെ ഈ ചോദ്യം ചെയ്യൽ വിളിപ്പിച്ചേക്കുമെന്നൊരു കാര്യം കൂടി ഉണ്ട്. കാരണം ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇ.ഡി. ഈ ഘട്ടത്തിൽ കടക്കുകയാണ്. കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ, ഉണ്ണികൃഷ്ണൻ പോറ്റുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇ.ഡി. ഈ ശബരിമല സ്വർണ്ണ മോഷണ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നത്. ശരി, അർച്ചനയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു ഇ.ഡിക്ക് മുന്നിൽ ഹാജരായി.